ഒരു രാജകുമാരിയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ നിറമുള്ള ഭാവനകളിൽ ഉള്ളതുപോലെ ഒരു ജീവിതമായിരുന്നു അവരുടേത്. തിരുവിതാംകൂർ കൊട്ടാരത്തിൽ തമ്പുരാട്ടി ജനിച്ചപ്പോൾ 6 ദശലക്ഷം പേർക്ക് അവധിയായിരുന്നു. അജന്ത ശില്പങ്ങൾ ഉയർക്കൊണ്ടുവന്നതുപോലെ ഒരു സുന്ദരിയെന്ന് പുസ്തകങ്ങൾ അവരെ വാഴ്ത്തി. സൗന്ദര്യം മാത്രമല്ല, നൃത്തത്തിലും ചിത്രകലയിലും കൊച്ചു രാജകുമാരി അസാമാന്യ പ്രതിഭ കാണിച്ചു. തിരുവിതാംകൂറിന്റെ റീജന്റ് മഹാറാണി സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ചെറുമകളും നിലവിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗവുമായ രുക്മിണി വർമ്മയെക്കുറിച്ചാണ് പറഞ്ഞുവരുന്നത്. രാജഭരണത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഉപേക്ഷിച്ച് വെറും മിസിസ് വർമ്മയായി ഇപ്പോൾ ബംഗളൂരുവിൽ ജീവിക്കുന്ന രുക്മിണിബായി തമ്പുരാട്ടി ഇപ്പോൾ രാജഭരണമായിരുന്നെങ്കിൽ മഹാറാണി എന്ന ടൈറ്റിലിന് അർഹ. രുക്മിണി വർമ്മ എന്ന അസാധാരണക്കാരിയായ സ്ത്രീയെക്കുറിച്ച് ഇത് പറയുമ്പോൾ ചിലരതിനെ പ്രിവിലേജായോ രാജഭക്തിയുടെ ശേഷിപ്പായോ ജനാധിപത്യം എത്തും മുൻപുള്ള കാലത്തെക്കുറിച്ചുള്ള കഴമ്പില്ലാത്ത ഭൂതകാല കുളിരോ ആയി കാണാം. എന്നാൽ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെ, സ്ത്രീകളെ മനുഷ്യരാക്കി ക്യാൻവാസിലേക്ക് ഇറക്കിയ രാജകുടുംബത്തിന്റെ പ്രൗഢി വെടിഞ്ഞ് ബംഗളൂരുവിന്റെ തിരക്കിൽ നഗരജീവിതത്തിൽ സ്വയം പര്യാപ്തയായി ജീവിച്ച, കോസ്മോപോളിറ്റനായി വളർന്ന, ലോകത്തിന്റെ തന്നെ പ്രിയപ്പെട്ട ചിത്രകാരിയായ രുക്മിണി വർമ്മ പ്രിവിലേജിന്റെ മുൻവിധിക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ആളായിരുന്നില്ല. തിരുവിതാംകൂറിന്റെ നിലവിലെ ഏറ്റവും മുതിർന്ന അംഗമായ രുക്മിണി വർമ്മയുടെ ശതാഭിഷേകമാണിന്ന്. മഹാറാണി പട്ടത്തിന് അവകാശിയെന്ന് രാജകുടുംബം വിശ്വസിക്കുന്ന രുക്മിണി വർമ്മ നിലവിൽ ബംഗളൂരുവിലാണ് താമസം. 1200 വർഷത്തിലേറെ പഴക്കമുള്ള തിരുവിതാംകൂർ രാജകുടുംബത്തിൽ മഹാറാണി സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ചെറുമകളും തിരുവിതാംകൂറിന്റെ 4ാം തമ്പുരാട്ടിയുമായി 1940 രുക്മിണി വർമ്മ ജനിക്കുന്നത്. വർഷം 1940 ആകുമ്പോൾ തന്നെ അറിയാം, സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപാണ്. രാജകൊട്ടാരത്തിന്റെ പ്രതാപകാലം തന്നെയായിരുന്നു അപ്പോഴും. പരിചാരക വൃന്ദത്താൽ പൊതിഞ്ഞ് അതിസമ്പന്നതയിൽ മുങ്ങിത്തന്നെയാണ് രുക്മിണി വർമ്മ ജീവിതം ആരംഭിച്ചത്. 1947 രാജ്യത്തിന്റെ തലവരയിലെന്ന പോലെ രുക്മിണിയുടെ ജീവിതത്തിലും വലിയ മാറ്റമുണ്ടായി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് തലേന്ന് രാജകൊട്ടാരത്തിൽ ചില സുപ്രധാനമായ തീരുമാനങ്ങളൊക്കെ എടുക്കപ്പെട്ടു. കോട്ടഗിരി, കൂനൂർ, കൊടൈക്കനാൽ എന്നിവിടങ്ങളിലെ പ്രശസ്തമായ ഹിൽ റിസോർട്ടുകളിൽ കുറച്ചുകാലം മാറി മാറി താമസിക്കാൻ രുക്മിണിയുടെ മാതാപിതാക്കൾ തീരുമാനമെടുത്തു. അവിടെ ട്യൂട്ടർമാരുടെ സ്വകാര്യ ട്രെയിനിംഗ് മക്കൾക്ക് ലഭ്യമാക്കുന്നതിന് പകരം മക്കളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാനായിരുന്നു ആ രക്ഷിതാക്കളുടെ തീരുമാനം. ജനാധിപത്യത്തെ ഉൾക്കൊള്ളാനും അതിനെ അംഗീകരിക്കാനും ആരാധിക്കാനും തയ്യാറായിരുന്ന ആ മാതാപിതാക്കൾ രാജകൊട്ടാരത്തിന്റെ അടഞ്ഞ സമ്പന്നതയിൽ നിന്ന് മക്കളെ സാംസ്കാരിക കൈമാറ്റത്തിന്റെ തുറവിയിലേക്ക് നയിക്കാനാണ് തീരുമാനിച്ചത്. 1949 സ്വാതന്ത്ര്യത്തിനു ശേഷം രുക്മിണി വർമ്മയുടെ അമ്മ ഉത്രം തിരുനാൾ ലളിതാംബായി തന്റെ കുടുംബവുമായി കവടിയാറിൽ നിന്ന് ബംഗളൂരുവിലേക്ക് താമസം മാറി. പേരിലോ പദവിയിലോ രാജകുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും അവർ ഉപേക്ഷിച്ചു. രാജാ രവിവർമ്മ എന്ന ആഗോള പ്രതിഭയുടെ അനന്തരവളായിരുന്നു രുക്മിണി വർമ്മ. ആ ലെഗസി അവശേഷിച്ച കൊട്ടാരത്തിൽ നിന്ന് തന്നെയായിരുന്നു രുക്മിണി എന്ന മഹത്തായ പെയിന്ററിന്റെയും വളർച്ച. ചെറുപ്പത്തിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കഥക് തുടങ്ങി നിരവധി നൃത്തരൂപങ്ങളോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും രാജകുമാരികൾ നൃത്തം ചെയ്യുന്നതിന് അക്കാലത്ത് തടസ്സങ്ങൾ നിലനിന്നതിനാൽ ചിലങ്ക കെട്ടാനുള്ള മോഹം രുക്മിണി ഉപേക്ഷിച്ചു. ചിലങ്ക കെട്ടിയില്ലെങ്കിലും നൃത്തത്തോടുള്ള ആഭിമുഖ്യം ഉപേക്ഷിക്കാൻ രുക്മിണി തയ്യാറായില്ല. നൃത്തത്തിന്റെ താളലയ ഭാവങ്ങളെ അവർ ക്യാൻവാസിലേക്ക് പകർത്തി. സൗന്ദര്യത്തിന്റെ സമൃദ്ധിയും ഭാവങ്ങളുടെ നാടകീയതയും വികാരങ്ങളും നൃത്തത്തിന് സമാനമായ ചലനാത്മകതയും അവരുടെ പെയിന്റിങ്ങുകളുടെ പ്രത്യേകതയായി വിലയിരുത്തപ്പെടുന്നുണ്ട്. റൊമാന്റിക് റെപ്രസെന്റേഷൻ ഓഫ് റിയലിസം എന്നാണ് രുക്മിണി പെയിന്റിങ്ങുകളെ വിളിക്കുന്നത്. ജീവിതത്തിന്റെ നിറങ്ങൾ കാൽപ്പനികമായ ഭാവനയോട് സംഗമിക്കുകയാണ് രുക്മിണിയുടെ ചിത്രങ്ങളിൽ. സംസ്കൃത കാവ്യങ്ങളും പുരാണ ഇതിഹാസങ്ങളുമായിരുന്നു പലപ്പോഴും ഇവരുടെ ചിത്രങ്ങളുടെ പശ്ചാത്തലം. പുരാണങ്ങളിൽ നിന്നും സംസ്കൃത കാവ്യങ്ങളിൽ നിന്നും കഥാപാത്രങ്ങളെ ഭൂമിയിലേക്ക് കാലുറപ്പിച്ചു നിർത്തുന്നതായിരുന്നു ആ ചിത്രങ്ങൾ. രുക്മിണിയുടെ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളുടെ നഗ്നത വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും വിമർശിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. വസ്ത്രങ്ങളുടെയും കുലീനതയുടെയും ദൈവികതയുടെയും ആവരണം കൂടി അഴിച്ചാണ് ആ പെയിന്റിങ്ങുകളിൽ കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. തന്റെ അമ്മാവൻ വരച്ചതിനേക്കാൾ കൂടുതൽ രക്തവും മാംസവുമുള്ള സ്ത്രീകളെയാണ് രുക്മിണി വർമ്മ ക്യാൻവാസിൽ പകർത്തിവെച്ചത്. കഥാപാത്രങ്ങളിലേക്ക് വികാരങ്ങളും അഭിലാഷങ്ങളും സന്നിവേശിപ്പിച്ചുകൊണ്ട് രുക്മിണി അവരെ അതീന്ദ്രിയതയിൽ നിന്നും പാതിവൃത്യത്തിൽ നിന്നും മോചിപ്പിച്ച് കൂടുതൽ ഭൗമിക
ധാർമ്മികമാക്കിയെന്ന് ഇല്ലുസ്ട്രേറ്റ് വീക്കിലി നിരീക്ഷിക്കുന്നുണ്ട്. എന്നിരിക്കലും സമൂഹത്തിൽ നിന്നും പങ്കാളിയിൽ നിന്നും നിരന്തരം എതിർപ്പ് നേരിട്ടതിനെ തുടർന്ന് രുക്മിണിക്ക് നഗ്ന ചിത്രങ്ങൾ വരയ്ക്കുന്നത് നിർത്തേണ്ടതായി വന്നു. ഇവരുടെ ചിത്രങ്ങൾക്കും അവരുടെ ചിത്ര പ്രദർശനങ്ങൾക്കും വലിയ സ്വീകാര്യതയാണ് രാജ്യമാകെ ലഭിച്ചതെന്ന് ചരിത്രകാരൻ മനു എസ് പിള്ള എഴുതുന്നുണ്ട്. രാജ്യമെമ്പാടും നടന്ന അവരുടെ ചിത്ര പ്രദർശനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പലപ്പോഴും ഇന്ത്യൻ പ്രസിഡന്റോ ഗവർണർമാരോ എത്തി. അവരുടെ പെയിന്റിങ്ങുകൾ ആയിരക്കണക്കിന് ഡോളറിന് വിറ്റുപോയി. വിദേശത്തുൾപ്പെടെ അവരുടെ പെയിന്റിങ്ങുകൾക്ക് ആരാധകരേറി. മൗണ്ട് ബാറ്റൻ പ്രഭുവുമായി ഉൾപ്പെടെ അവർ അടുത്ത സൗഹൃദം പുലർത്തി. തന്റെ ജീവിതത്തിൽ നിന്ന് രാജഭരണത്തിന്റെ പ്രിവിലേജുകൾ കുടഞ്ഞുകളയാൻ ശ്രമിക്കുന്ന കേരളത്തിലേക്ക് അധികം വരാതെ ബംഗളൂരുവിൽ തന്നെ സ്വന്തം ജീവിതം വളർത്തിയെടുത്ത രുക്മിണി വർമ്മയെ ഒരു അസാധാരണ കലാകാരിയായി ഓർമ്മിക്കേണ്ടതുണ്ട്. രാജകുടുംബമെന്ന് പറയുമ്പോൾ മലയാളി മനസ്സിലേക്ക് കവടിയാർ കൊട്ടാരത്തിലെ നിവാസികൾ മാത്രമാണ് കടന്നു വരാറുള്ളത്. എന്നാൽ രാജകുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗമെന്ന നിലയിൽ രുക്മിണി വർമ്മയ്ക്കാണ് ഇപ്പോൾ മഹാറാണി പട്ടത്തിന് അവകാശം. ഭരണി തിരുനാൾ രുക്മിണി ബായി ആറ്റിങ്ങൽ മൂത്ത തമ്പുരാൻ എന്നാണ് ഔദ്യോഗിക ടൈറ്റിൽ. രാജകുടുംബാംഗമായി മാത്രമല്ല, ഒരു മഹത്തായ ചിത്രകാരി എന്ന നിലയിൽ കൂടി രുക്മിണി ബായിയെ മനസ്സിലാക്കുക എന്നത് കൂടിയാണ് ബംഗളൂരുവിൽ നടക്കുന്ന ശതാഭിഷേകത്തിന്റെ പ്രസക്തി.